ഒരു സിനിമയെ വിമർശിക്കാൻ തോന്നുന്നത് പോലെ പറയാൻ അവന് അക്ഷരാഭ്യാസം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വായിലും നാക്കും അത്യാവശ്യം സംസാരിക്കാനും പറ്റുമെങ്കിൽ ആർക്കും പറയാവുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ പറയുന്ന ആ വ്യത്യാസമുണ്ട്. അന്ന് നിരൂപണം ചെയ്തിരുന്നവരെല്ലാം പഠിക്കുകയും വിശകലനം ചെയ്യുകയും നല്ല ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിരുന്നവരുടെ പോലെ ഇന്നൊന്നും വേണ്ട, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു എന്താണ് ഇതിനെ നിരൂപണം എന്നൊന്നും പറയാൻ പറ്റില്ല, ആക്ഷേപം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനാർക്കും പറ്റും. അതിനവന് ഒരു വിദ്യാഭ്യാസം വേണമെന്നില്ല, അക്ഷരം അറിയണമെന്നില്ല, ഭാഷയെ സ്നേഹിക്കണമെന്നില്ല, സിനിമയെ സ്നേഹിക്കണമെന്ന് പോലും ഇല്ല. അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. അതുപോലെ വരുമാനം ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ ഇവരെ വേറൊരു ഇതായിട്ട് കാണുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യണമെങ്കിൽ ഒരു അർത്ഥമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മളിന്ന് 10 പേരെ കണ്ടെങ്കിൽ നാളെ 100 ആവും, 200 ആവും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നാളെ പ്രേക്ഷകർ മനസ്സിലായിത്തോ ഇവർ പറയുന്ന ഒരു കാര്യമില്ല. കാരണം അവരുടെ ഒരു എന്താണ് ഇത് വേവ് ലെങ്ത് അല്ല നമ്മുടെ ഓഡിയൻസിന്. ഒരു സിനിമ കാണാൻ പോകുന്നതിന് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് ഞാൻ എന്ത് സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ കുറച്ച് നാളത് റിപ്പീറ്റഡ്ലി ഇതുപോലെ ഈ റിവ്യൂസ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവരത് പാടെ മാറ്റി വയ്ക്കും. അതിന് വലിയ ലൈഫൊന്നുമില്ല. കുറേ നാളിപ്പോൾ വന്ന് ഇതിനകത്ത് പോകും. അതിപ്പോൾ തന്നെ മാറ്റി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇവർ പറയുന്ന ഒരു സംഭവം കേട്ടിട്ടൊന്നുമല്ല സിനിമ വിലയിരുത്താനും തോന്നുന്നു. പണ്ട് സിനിമ ഉള്ള കാലം തൊട്ട് നിരൂപണം ഇല്ലാണ്ട് ഉണ്ട്. ഇപ്പം എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോടൻ്റെ നിരൂപണം മാതൃഭൂമിയിൽ വരാറുണ്ട്, അച്ചടിച്ച് വരാറുണ്ട്. ആദ്യം മാതൃഭൂമി കിട്ടിയാൽ സിനിമയോട് കമ്പം കാരണം മറച്ചു നോക്കിയിട്ട് കോഴിക്കോടൻ എഴുതിയിട്ടുള്ള നിരൂപണം വായിക്കാറ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു 75 അല്ലെങ്കിൽ 80% ആൾക്കാരും മാതൃഭൂമി കയ്യിലേക്ക് കിട്ടിയ ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അത് ആ നിരൂപണത്തിലും സിനിമയെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ പോരായ്മയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് കോഴിക്കോടൻ ചെയ്ത നിരൂപണം. ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നമ്മൾ എൻ്റർടൈൻമെൻ്റായിട്ട് പറയുന്ന ആർക്കും ചെയ്യാം. കാരണം അന്ന് കോഴിക്കോടൻ ചെയ്തിരുന്ന പോലെ ഒരു നിരൂപണം എഴുതണമെങ്കിൽ ഭാഷ അറിയണം, നല്ല ഭാഷ കൈവശം വേണം. അത് അവതരിപ്പിക്കാനുള്ള തന്മയത്വത്തോടെ അത് എഴുതി പിടിപ്പിക്കാനും മറ്റ് വായിക്കുന്നവരെ അത് മനസ്സിലേക്ക് കയറ്റാനും എന്താണ് അതിനുള്ളൊരു കഴിവ് വേണം. അതിന് പരപ്പായ വായന വേണം, വേണ്ടേ? ഇതെല്ലാം വേണം. അതേസമയം നമ്മളിന്ന് കാണുന്ന പോലെ വെർബലി പറയാം. ഈ പറയുന്ന